നമ്മളിങ്ങനെ ബി ആർ റാങ്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ NST ബൈയും ലൂണ എഫിനെ അറിയാത്ത ആരും കാണത്തില്ല, NST ബൈനെ അറിയാത്ത ആരും കാണത്തില്ല കേസ്. അപ്പോൾ ടൊണ്ടേ ഗെയിമിൻ്റെ ഗില്ലിലെ മെയിൻ പ്ലെയർ കേസ്. അപ്പം മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അത്ര ഉപകാരമായേനെ കേസ്. അപ്പോൾ എന്നാലും നമുക്ക് ഈ NST ബൈനെ അടിച്ചിടാൻ പറ്റുമെന്ന് നോക്കാം, എന്നാലും സ്കോഡിനെങ്കിലും വൈപ്പാക്കാൻ പറ്റുമെന്ന് നോക്കാം, നമുക്ക് നോക്കി നോക്കാം. അപ്പം മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ഫുൾ വീഡിയോസ് ഇനി മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. എന്നാലും നമ്മൾ കുറേ പേരിങ്ങനെ നോക്കുന്നുണ്ട് നോക്കാം, കാരണം കുറേ പേരൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ലൂണ ബൈനെ കണ്ട, അതാണ് ലീസ് ലൂണ ബൈ. എന്തായാലും ഞാൻ ആദ്യമേ ഇത് സ്പോട്ട് ചെയ്തില്ല, അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലായി ലൂണ ബൈ ഇതിനകത്ത് ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ എന്നാലും നമുക്ക് കൊല്ലാൻ പറ്റും നോക്കാം. എന്നാലും നമ്മൾ നോക്കാം നമ്മുടെ റേഞ്ചിന് ഭയങ്കര സ്റ്റോക്കായിരുന്നു. അപ്പോൾ ഞാനാണ് ഹോട്ട്സ്പോട്ട് വെച്ചായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വേറെ വൈഫൈ ഒക്കെ കണക്റ്റ് ആക്കി വന്നപ്പം കുറേ ടൈം അങ്ങനെ പോയായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഇറങ്ങിയത് എന്നാലും ക്ലോക്കിലോട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലോക്കിൽ നേരെ ഇറങ്ങിയപ്പോൾ ഇവിടെ ആയിട്ടൊരു സ്കോഡ് ഇറങ്ങുന്നുണ്ട്. അപ്പം ഇതിനകത്ത് എന്നാലും ആരും ഇല്ലെന്ന് തോന്നുന്നു കേസ്. അപ്പോൾ എന്നാലും മാക്സിമം എല്ലാവരും ഹൈപ്പ് ബട്ടണല്ലേ മോളിൽ കാണുന്നത്, അതൊന്ന് പൊക്കിയും വിട്ടേക്ക്. അപ്പോൾ എന്നാലും വീഡിയോ എല്ലാവരുടെയൊക്കെ എത്തട്ടെ കേസ്. അപ്പം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും ചെയ്യും. നേരെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ദൈവം ചാടി വന്നു, അവനിട്ട് നേരെ നെക്കി പിടിച്ച് അവനെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ പ്ലെയേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ PC ലോബി ആയതുകൊണ്ട് ഒരുമാതിരി നല്ല പ്ലെയേഴ്സൊക്കെ വരും കേസ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പം നമ്മളങ്ങനെ ചത്തിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാൽ ഒരു തവണ നമ്മൾ നല്ലപോലെ നെക്കി പിടിച്ചാൽ കൊന്നിട്ടുണ്ട്. നമ്മൾ നെക്കാൻ നോക്കിയിട്ടൊന്നും നടക്കണമില്ല. അവസാനം നമ്മുടെ ടീമേറ്റ് പൊക്കിയെല്ലാം വിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ നേരെ UMP അങ്ങ് എടുത്ത് എടുത്തപ്പോൾ താഴത്തെടുത്ത് നിൽക്കണം. അവനാണ് എവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ അടിച്ചിട്ടാണ് കൊള്ളുന്നുമില്ല. അവസാനം ഞാൻ നേരെ ചാടി തന്നെ ഒന്ന് അടിക്കാമെന്ന് വെച്ചു, ചാടി ചെന്ന് അവനെ അങ്ങ് നെക്കി അങ്ങ് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കില്ലങ്ങ് ഫിനിഷാക്കാം. അവൻ അടിച്ചോണ്ടിരുന്ന കുമ്മിക്കൊണ്ട് പോയല്ലോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫിനിഷാക്കി അങ്ങ് വിട്ടിട്ടുണ്ട് കില്ല, അല്ലെങ്കിൽ വെറുതെ എന്തിനാ കളയുന്നാക്കില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇവിടെ വന്നപ്പം ഇവിടെ എവിടെയോ എനിമി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്നാൽ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കാൻ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ലൂട്ടിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറി വല്ലതൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പുറകിൽ നിന്ന് വരാണ്ട് അടിച്ചേക്കണം. അപ്പോൾ നേരെ ഗ്ലൂ ഇട്ടിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഓടി വന്ന് അടിക്കാമെന്നും പറഞ്ഞു. അപ്പം ഡാമേജ് ഒന്നല്ല, ചാടി നമ്മൾ സൂപ്പർ പണ്ട് അടിച്ചിട്ട് നേരെ അവളെ അങ്ങനെ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിയിട്ട് നോക്കാൻ നേരം അതങ്ങ് ഫിനിഷ് ആക്കേണ്ട സമയം നോക്കാതിന് വേറൊരു കഴിവേറി ഇതേ പുറകെ കൂടി ഒന്ന് പറഞ്ഞിറങ്ങണം. അപ്പോൾ അവനെ നേരെ നെക്കി അങ്ങ് പിടിച്ച് നോക്കിടാൻ നോക്കി. അവസാനം നല്ല ഡാമ അവൻ എനിക്ക് തന്നു. അവസാനം എങ്ങനെയൊക്കെയോ നെക്കി പിടിച്ച് നോക്കിയിട്ട് അവൻ്റെ ടീമേറ്റ് വന്ന് നമ്മളങ്ങ് കൊന്നിട്ടുണ്ട്. എന്തുവാടാ ഇതൊക്കെ, ഇത് എവിടുന്നൊക്കെ വന്നെന്ന് ഒരു മനസ്സിലാവില്ല കേസ്. അപ്പം ഇതിനകത്തുള്ളവന്മാരെന്നൊക്കെ പറഞ്ഞാൽ വിഷയം കളിയോ ഒന്നും പറയാനില്ല, എല്ലാം ഒന്ന് അടിക്കാൻ നോർമൽ സാധനമല്ല. ഇപ്പോൾ എന്താണെങ്കിലും ഞാനിനി കുറച്ച് നാളത്തേക്ക് ഇന്ത്യൻ സെർവർ കളിക്കത്തില്ലായിരിക്കും കേസ്. അപ്പോൾ ഈ സെർവറാണെങ്കിൽ നൈസ് സെർവറാണ് കേസ്, ഒന്നും പറയാനില്ല. അപ്പോൾ VPN ഇട്ടുന്ന നേരെ ഇതൊന്നും മാറ്റണ്ട, ഇതിനകത്ത് തന്നെ ബ്ലഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് നോക്കാം, ഫുൾ മാച്ച് എന്നാലും ഇരുന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അറിയാലോ NST കൊന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരുത്തന്നെ ഓടിപ്പോണം, എന്നിട്ടൊരു വണ്ടാപ്പ് കൊടുത്തിട്ട് നേരെ ചാടി നമ്മുടെ ടീമിനെ നോക്കിട്ട്. അപ്പോൾ ഞാൻ ചാടി ചെന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് തന്നാ കേസ്. അപ്പം നമ്മുടെ ടീമേറ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നെക്കി പിടിച്ച് പറഞ്ഞിട്ട് നല്ല ഡാമ കൊടുത്തു. അവനാണെങ്കിൽ നെക്കി പിടിച്ച് നോക്കിയിട്ട് നോക്കാതെ പൊക്കാൻ ചെന്നപ്പം ഫിനിഷ് ആയിപ്പോയി കേസ്. അപ്പോൾ എന്നാലും ഇനി അവിടെ നിന്ന് പൊക്കി വിട്ടൊരു കാര്യമുള്ളൂ. അപ്പോൾ എന്നാലും നമ്മൾ ഇവിടെ ഫിനിഷ് ആക്കി കഴിഞ്ഞ് നമ്മൾ നേരെ ചാടി അപ്പുറത്തേക്ക് പോകുമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്നാലും ഷോർട്സും മുടക്കി, ഷോർട്സെന്ന് തന്നെ. അപ്പോൾ എന്നാലും ഫുൾ വീഡിയോ ലൈക്ക് അടിക്കാത്തല്ല ലൈക്ക് അടിക്കുക, ചാനൽ സബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ എന്നാലും ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് കേസ്. ഫുൾ വീഡിയോ റാങ്ക് മാച്ചിൻ്റെയും പിന്നെ റാങ്ക് പുഷ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ എന്തെങ്കിലുമൊക്കെ തപ്പി പിടിച്ച് നമ്മൾ സെറ്റാക്കി തരും കേസ്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് TGR NST ടീം. അപ്പോൾ ആ TGR NST ടീമിന് നമ്മൾ വൈപ്പ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ പപ്സ് അങ്ങ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നിരുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും NST ബൈ നമ്മുടെ സ്പെക്കിലൊന്നും വന്നില്ലായിരുന്നു, നേരെ ബാക്ക് അടിക്കുമായിരുന്നു. അപ്പോൾ എന്നാലും ആ ടീമിനെ അങ്ങ് നമ്മൾ വൈപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ സ്കോഡ്. ഇനിയപ്പോൾ ഒരാൾ കൂടി ഉണ്ട്, ലൂണ ബൈനെയും കൂടി വൈപ്പാക്കാൻ പറ്റുന്ന സെറ്റ് ആയിരിക്കും. നമ്മളതിൻ്റെ ഇവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്നാലും എനിമീസിനൊന്നും പിന്നെ കാണുന്നില്ല, നോക്കാൻ ഒരുത്തും പറന്ന് വന്ന് ഇറങ്ങി കേസ്. അവനെ നമ്മളങ്ങ് നെക്കി പിടിച്ചിട്ട് നമ്മളെ പപ്സ് വന്ന് അങ്ങനെ രക്ഷിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മളെ പൊക്കിയെല്ലാം വിട്ട് കഴിഞ്ഞ് നമുക്കിനി ലൂണ ബൈനെ തപ്പി നടക്കാം, അതല്ലേ ഇനി അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ വണ്ടിയെ പോയതാണ്, നോക്കാരം പുറകിലായിട്ട് എനിമീസ് നിൽക്കുന്നത്. അപ്പോൾ എന്നാലും നമ്മൾ ടീമേറ്റിന് സപ്പോർട്ട് എടുത്ത് നമ്മൾ നേരെ ചാടി വണ്ടിയിലൊക്കെ നമ്മൾ ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് നേരെ ഇവിടെ വന്ന് ഒരുത്തിന് നെക്കി പിടിച്ച് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഒരുത്തിന് നമ്മൾ ലോങ്ങിൽ നിന്ന് അടിക്കണം. അവൻ്റെ നേരെ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഗ്ലൂ ഇട്ട്. അപ്പോൾ നോക്കാരം ഒരുത്തൻ നമ്മൾ ടീമേറ്റിന് അടിക്കുന്നുണ്ട്, അവനെയും കൂടി കൊന്നെങ്കിലേ സെറ്റ് ആവത്തുള്ളൂ കേസ്. അപ്പം നമ്മൾ നോക്കാരം അവനാണ് നമ്മൾ സുഖത്തി അടിക്കാറ്, നമ്മൾ നേരെ നെക്കി പിടിച്ച് അവനെയും കൂടി അങ്ങനെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് വലിയ കാര്യത്തിൽ വണ്ടി ഓടിച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് ഈ ലൂണാബായുടെ ടീം മറ്റേ ഫാക്ടറി പീക്കിൻ്റെ അവിടെ നിന്ന് വന്നെ കേസ്. അപ്പോൾ എന്നാലും നോക്കാൻ ഇത് ലൂണാബായുടെ ഒക്കെ ടീമായിരുന്നു. നമ്മൾ നേരെ ചാടി ചെന്നപ്പോൾ ലൂണാബായി നിൽക്കണം, നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് കുറച്ച് ഡാമേജ്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നപ്പോൾ ലൂണാബായി നമ്മളങ്ങനെ ഫിനിഷാക്കി അങ്ങ് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ നേരെ പൊക്കി വിട്ടിട്ട് ഇനി നമുക്ക് ബാക്കി എന്ത് നടക്കുന്നു നോക്കും കേസ്. നമ്മൾ നേരെ പറന്ന് ഇവിടെ വന്ന് കാർപോച്ചിൻ്റെ മണ്ടയ്ക്ക് കഴിയുമ്പോൾ താഴത്തായിട്ട് എടുത്ത മെഡ് അടിക്കണം. അപ്പോൾ അവൻ ഡാമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇറങ്ങണോ വേണ്ട ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേസ്. അപ്പോൾ എന്നാലും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കേസ് കമൻറ്റ് ഇടാൻ മറക്കില്ല. കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്കൊരു ഇതായിരിക്കും പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ. അപ്പോൾ എന്നാലും നിങ്ങൾ ഒരു കമൻറ്റൊക്കെ ഇടുക കേസ്, ചുമ്മാ റെഡ് ഹാർട്ടൊക്കെ ഇട്ടിട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാരം ചാടി അങ്ങ് ഇറങ്ങി എന്നാലും അടിച്ചേക്കാന്ന് വെച്ചു. അത് കഴിഞ്ഞ് അവനെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തു, അവനെ ഓടി വിട്ടേക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് നേരെ നോക്ക് അങ്ങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ലൂട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് സെറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവൻ്റെ ലൂട്ടൊക്കെ പെറുക്കി അങ്ങ് എടുത്ത് ഉട്പക്കർ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഒരുത്തന്മാർ നിൽക്കുന്നത്. ഞാൻ നേരെ ഒരുത്തനെ അടിച്ചപ്പോൾ 2 പേര് വന്ന് നമ്മളങ്ങ് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒന്നുകൂടി പൊക്കുവാണെങ്കിൽ ബൂയി അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു കേസ്. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞ് നമ്മളെ പൊക്കി വിട്ടായിരുന്നു.
അപ്പോൾ അതല്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മൾ നേരെ ടീമിൻ്റെ സപ്പോർട്ട് എടുക്കാൻ വന്നതാണ് ഗീസ്. അപ്പം ഒരുത്തനൊന്നും അറിയാത്ത പോലെ ഗീസ് പുറകിൽ കൂടി വന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അവനെ നേരെ അത് കഴിഞ്ഞ് നെക്കി അങ്ങ് പിടിച്ച് അവനെ വൈപ്പാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് AC-80 അങ്ങ് കിട്ടിയിട്ടുണ്ട്. AC-80 കിട്ടിയപ്പോൾ ഇനി ഒന്നുമില്ല, പവർ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ AC-80 ഒക്കെ എടുത്തുകൊണ്ട് ഇപ്പുറത്തെ താഴത്തായിട്ട് വന്നപ്പോൾ ഇനി 2 പേര് കൂടി ഉള്ളൂ. അപ്പം നമുക്ക് ബൂയി ഉറപ്പായെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അത് കഴിഞ്ഞ് ഒരുത്തന്നെ നമ്മൾ നേരെ കൊന്നപ്പോൾ തന്നെ വൈപ്പായി. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇനി ഒറ്റ കൂടി. അപ്പം അവൾ ഈ ഗ്ലൂവിൻ്റെ പുറകിലുണ്ട്. നമ്മൾ നേരെ വൺ ടാപ്പ് അടിക്കാന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പം നേരെ വൺ ടാപ്പ് അടിച്ച് കയറിയില്ല. അവസാനം അടുത്തടിയും കയറിയില്ല, നേരെ ബോഡി കയറി. അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റ് അങ്ങനെ എടുത്ത് ആ കളി നമ്മൾ ബൂയി അടിച്ചിട്ടുണ്ട്. NST ഒക്കെ വന്ന മാച്ച് നമ്മളങ്ങ് കൈയടക്കി കേസ്. അപ്പോൾ എന്നാലും നമ്മൾ PC ലോബി ആയിരുന്നു, നമുക്ക് റാങ്ക് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് മാച്ച് ആയിരുന്നു. അപ്പോൾ നമുക്ക് 2 ബൂയാ സ്ട്രീക്കും കിട്ടി, സിൽവർ ആയിരുന്നു. അപ്പോൾ അടുത്ത് പഠിക്കണമെങ്കിൽ സ്റ്റാറ്റാ ബൈ ബൈ.